എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളികളായ എല്ലാവർക്കും ഒരുപോലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടിട്ട് വരാം. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ? അതിനായിട്ട് ഞാൻ തേണ്ട ഇവിടെ ഇടിഞ്ചക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം മാളിപ്പോയപ്പോൾ നമ്മൾ ഒരെണ്ണം വാങ്ങിയതാണ്. നല്ല വിലയാണ്, എന്നാലും ഇത് കിട്ടാനുള്ള ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് തേണ്ട രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട്, ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അരക്കൊക്കെ തേണ്ട ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് എല്ലാം തൂത്തെടുക്കുന്നുണ്ട്. പിന്നെ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ടാണ് ഇത് ചെത്തിയെടുക്കുന്നത്. നന്നായിട്ട് അരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ പകുതി ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് നമുക്കിതൊന്ന് കൊത്തി അരിഞ്ഞെടുക്കണം. ഇത് പച്ചയ്ക്ക് തന്നെ ഞാൻ അരിഞ്ഞെടുക്കുവാണേ. അപ്പം ഇത് വേവിച്ചൊക്കെ ചെയ്യുന്നവരുണ്ട്. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് ഒന്നുകൂടെ എളുപ്പവും ഇഷ്ടവും. മറ്റേ രീതിയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയില്ലായിരുന്നു. ഇതേ രീതി ചെയ്യുമ്പോഴാണ് എനിക്ക് നന്നായിട്ട് വരുന്നത്. അപ്പം വേണ്ട നമ്മൾ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ കൊത്തി അരിയുവാണേ. ഇതുപോലെ കൊത്തി അരിഞ്ഞെടുക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പവും എനിക്കിഷ്ടവും. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നിയത്. മറ്റൊരുമാതിരി കുഴഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. ഇതിപ്പോൾ നല്ല പൊടിപൊടാന്ന് കിട്ടുകയും ചെയ്യും. ഇങ്ങനെയാണ് എനിക്ക് താല്പര്യം. എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കി എന്നെ കാണിച്ചിരിക്കുന്നത്. അതേ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇടിഞ്ചക്ക ഒന്ന് നന്നായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുത്തുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാവേ. ഇടിഞ്ചക്ക തോരൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. നല്ല നാച്ചുറലായിട്ട് കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു തോരനാണല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ദാണ്ട് ഇതുപോലെ ഒന്ന് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാനിത് എണ്ണയൊക്കെ പറ്റി നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതിനൊരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ജീരകമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉള്ളി എടുത്തില്ല, ഉള്ളി മറന്നു പോയതാണ് എടുക്കാനായിട്ട്. ഉള്ളി എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ബാക്കി തേങ്ങയാണ്. തേങ്ങ നന്നായിട്ട് ചേർക്കണേ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ ചതച്ച് ഒതുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീനിച്ചട്ടി ഒന്ന് ചൂടായി വന്ന സമയത്ത് നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തുണ്ടാക്കണം. ഇത് അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഉഴുന്നുപരിപ്പ് ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുകും കൂടി ഇട്ട് കൊടുത്ത് കടുകും ഉഴുന്നുപരിപ്പും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം. അപ്പം ഉണക്കമുളകും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നതനുസരിച്ച് ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ ഇടിഞ്ചക്ക നമ്മൾ കൊത്തി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ എണ്ണയ്ക്കകത്ത് ഈ എണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ നമ്മൾ കടുക് വറുത്തിട്ടില്ലേ, അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി, കാരണം നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഒത്തിരി ഉപ്പ് വാരിയിടരുത്, കാരണം എല്ലാ കറികൾക്കും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ആദ്യമേ ഒത്തിരി ഉപ്പ് വാരിയിടാതെ കുറച്ചിട്ടതിന് ശേഷം നമുക്ക് ബാക്കി പോരായ്മ ഉണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാനത് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ചെറുതീയിൽ ആവിക്കൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ആവിക്ക് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയിടുവാണേ. ഇളക്കിയിട്ടിട്ട് തേങ്ങയുടെ അരപ്പും എല്ലാമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്കിത്. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു സാധനം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ വൻപയറാണ് നമ്മളിതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം കുറച്ച് വൻപയർ ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു, അത് കുറച്ചിട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുവാണ്. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പോരായ്മയുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം വൻപയർ നമ്മുടെ ഇടിഞ്ചക്കയേക്കാൾ കൂടുതൽ ഒരിക്കൽ നിൽക്കില്ല, അത് കുറഞ്ഞേ നിൽക്കാവുള്ളൂ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനൊരു ആദ്യം ഒന്ന് ഇട്ട് മിക്സ് ചെയ്തിട്ട് പോരായ്മ തോന്നിയപ്പോൾ കുറച്ചുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ റെഡിയാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ വൻപയറും ഇടിഞ്ചക്കയും കൂടെ തോരൻ വെച്ചാൽ കേട്ടോ.
ഇടിഞ്ചക്ക തന്നെ തോരൻ വെക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ് ഈ വൻപയർ ഇട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഇടിഞ്ചക്ക തന്നെ തോരൻ വെച്ചാലും ഇഷ്ടമാണ്, വൻപയർ ഇട്ട് തോരൻ വെച്ചാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് കുറവുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ആവിക്ക് വെച്ച് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഈ വൻപയറും എല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് വരണമല്ലോ, അതിൻ്റെ കൂടെ ഒന്ന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നുകൂടെ ഒന്ന് ആവിക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇടിഞ്ചക്ക വൻപയർ തോരൻ ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണേ. മൂടി വെച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയിട്ട് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുവാണ്. വേണ്ടേ നമ്മുടെ സൂപ്പറായിട്ടുള്ള ഇടിഞ്ചക്ക വൻപയർ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവർ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇടിഞ്ചക്ക കിട്ടുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയല്ലേ. ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി കുക്കിംഗ് വീഡിയോസും അതുപോലെ വ്ളോഗ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ട്, ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.